ഭവനരഹിതർക്കായി സംസ്ഥാന സർക്കാർ ലൈഫ് പദ്ധതി നിർമ്മിക്കുന്ന ഫ്ളാറ്റ് നിർമ്മാണം ഇടുക്കി കട്ടപ്പനയിൽ അവസാന ഘട്ടത്തിലെത്തി. 6 വർഷം മുമ്പ് ആരംഭിച്ച ഫ്ളാറ്റ് നിർമ്മാണം ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. വർഷങ്ങളായി മഴയും വെയിലും കിടന്ന നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരം പരിശോധിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. വീടും ഭൂമിയുമില്ലാത്തവർക്ക് സ്വന്തമായി കിടപ്പാടമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫ്ളാറ്റ് നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് 39 ഫ്ളാറ്റുകൾ നിർമ്മിക്കാനായിരുന്നു തീരുമാനം. ഇതേ തുടർന്ന് ഭൂമി ഏറ്റെടുത്ത് പണികൾ ആരംഭിച്ചു. എന്നാൽ കോവിഡ് വ്യാപകമായതോടെ നിർമ്മാണ ജോലികളും നിലച്ചു. പിന്നീട് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധനവ് ചൂണ്ടിക്കാട്ടി കരാർ കമ്പനികൾ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുകയായിരുന്നു. കരാർ തുക ഉയർത്തണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. 5 വർഷത്തോളം മുടങ്ങിക്കിടന്ന നിർമ്മാണം സമീപനാളിലാണ് പുനരാരംഭിച്ചത്. കട്ടപ്പനയിൽ ഫ്ളാറ്റിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലുമെത്തി. നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുമ്പോഴും കാലങ്ങളോളം വെയിലും മഴയും പറ്റിക്കിടന്ന നിർമ്മാണ സാമഗ്രികളുടെ ഗുണമേന്മ സംബന്ധിച്ചും ആശങ്കയുയരുന്നുണ്ട്. അത് നമുക്കറിയാം. ഇപ്പോൾ കട്ടപ്പനയിൽ ഏതാണ്ട് 45ഓളം വീടുകളാണ് ഇതിനകത്തുള്ളത്, ഫ്ലാറ്റുകളാണ് ഇതിനകത്തുള്ളത്. കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാവപ്പെട്ട ആളുകൾ, പട്ടികജാതിക്കാർ, ആദിവാസികളൊക്കെ ആയിട്ടുള്ള അതിപിന്നോക്കരായ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ. അത് ഈ 45 ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ആശ്വാസകരവും. കാരണം കഴിഞ്ഞ ഈ നിലവിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു അടിയന്തര നീക്കം, ഇതിന് ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും നിർമ്മാണ സാമഗ്രികളുടെ വിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് അടിയന്തരമായി ഗവൺമെൻറ് അതിനകത്ത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിക്കുന്നു. ഇതിപ്പം ഏകദേശം ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, നിർമ്മാണം എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. വളരെ ആശ്വാസകരമാണ്. കാരണം അതിന് നമുക്ക് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ അത് ചെയ്യുമ്പോൾ കൂടി ഇതിൻ്റെ ഈ നിർമ്മാണ സാമഗ്രികളുടെ ഗുണമേന്മ അടിയന്തരമായി പരിശോധിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. കട്ടപ്പനയിൽ 45 കുടുംബങ്ങൾക്കായി 4 നിലകളിലായിട്ടാണ് ഫ്ളാറ്റ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പായി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.